തന്റെ നിലപാടുകൾ കൊണ്ടും പ്രവർത്തന രീതികൾ കൊണ്ടും ശത്രുക്കളിൽ നിന്നുപോലും കയ്യടി നേടുന്ന ജനപ്രതിനിധി ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനും അപ്പുറമാണ്. കോൺഗ്രസ് എന്ന ആശയവും അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരിലും ഇയാൾ ഇന്നൊരു ഹരമാണ്. ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ്. പുനഃസംഘടിപ്പിക്കപ്പെട്ട KPCCയിൽ ചുമ്മാതല്ല ഷാഫിയെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഏറെ ചെറുപ്പം മുതൽ കോൺഗ്രസ് ആശയങ്ങളിൽ ആകർഷിക്കപ്പെട്ട് KSUവിലൂടെ പൊതുജീവിതത്തിൽ എത്തിപ്പെട്ട ഷാഫി ഏറെ കഠിന പ്രയത്നത്തിലൂടെയാണ് തനിക്ക് കൈവന്ന ഭാഗ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളത്തെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തൻ്റെ യൂണിറ്റിലെ എളിയ പ്രവർത്തനങ്ങളിൽ നിന്നും ഇപ്പോൾ അലങ്കരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും ഷാഫിയെ തേടിയെത്തിയിട്ടുള്ളതാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥതയും ചുറുചുറുക്കും തന്നിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും തുറന്ന മനസ്സോടെയുള്ള പ്രവർത്തനങ്ങളും കാര്യക്ഷമതയും വെല്ലുവിളികൾ നേരിടാനുള്ള ഉറച്ച മനസ്സും ഷാഫിയെ ജനങ്ങളോടൊപ്പം നിർത്തി. ഷാഫിയുടെ രാഷ്ട്രീയ ചരിത്ര വഴികൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയുടെ ഗ്രാഫുകൾ ഉയർന്ന് തന്നെയാണ് നിൽക്കുന്നത്. 2003-2004 കോളേജ് യൂണിയൻ അസോസിയേഷൻ സെക്രട്ടറി, 2005 KSU പാലക്കാട് ജില്ലാ സെക്രട്ടറി, 2006 ജില്ലാ പ്രസിഡന്റ്, 2007 KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2009 KSU സംസ്ഥാന പ്രസിഡന്റ്, 2017-2018 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2020-23 സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ച ഷാഫി 2011 പാലക്കാട് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിൽ എത്തുകയായിരുന്നു. തന്റെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കാനോ തന്റെ തന്നെ ഉന്നമനത്തിനോ അല്ലാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നതാണ് ഷാഫിയുടെ പ്രത്യേകത. കോൺഗ്രസിൽ തന്റെ ആകർഷണം ഉമ്മൻചാണ്ടിയോടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളും ജനകീയതയും അതാണ് ഷാഫിയെ ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ തന്റെ ദാർശനികനായി ആണ് ഷാഫി ഉമ്മൻചാണ്ടിയെ കണ്ടിരുന്നത്. പാലക്കാട് നിന്നും വടകരയിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയതിനു ശേഷം ഇപ്പോൾ തന്നിൽ എത്തിച്ചേർന്ന വർക്കിംഗ് പ്രസിഡന്റ് എന്ന ദൗത്യത്തിന് ഏറെ വെല്ലുവിളികൾ ഉണ്ട് എങ്കിലും അത് ഷാഫി എന്ന യുവ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് അദ്ദേഹത്തിന്. ഇത് ദേശീയ നേതൃത്വത്തിനും കേരള നേതൃത്വത്തിനും വ്യക്തമായി അറിയാം. വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസിനെയും UDFനെയും സജ്ജമാക്കുക, പുതിയ KPCC പ്രസിഡന്റിന് വലങ്കൈയായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതിന് ഈ യുവത്വത്തിന്റെ പ്രസരിപ്പ് ഏറെ ഗുണം ചെയ്യുമെന്ന് UDFനും ഉറച്ച ബോധ്യമുണ്ട്. ഷാഫിയുടെ രാഷ്ട്രീയ പോരാട്ട വഴികൾ അതിന് തെളിവാണ്. കൃത്യമായ ആലോചനാപൂർവ്വമുള്ള അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടലുകൾ അതിന് തെളിവാണ്. യുവതയ്ക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിൽ ഷാഫി പറമ്പിലുള്ള സ്വാധീനം ചെറുതല്ല എന്ന് എതിരാളികൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. എല്ലാ ചേരുവകളും ചേർന്ന് കറകളഞ്ഞ ഈ കോൺഗ്രസുകാരൻ നാളെ കേരള രാഷ്ട്രീയത്തിന്റെ നെടുംതൂണായി വർത്തിക്കാൻ കഴിയുമെന്നത് ഉറപ്പ് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.